അപ്പൊ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലേ. പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, കല്യാണശേഷമായാലും കല്യാണത്തിന് മുമ്പായാലും ഏത് പ്രണയിക്കട്ടെ, പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് ഞങ്ങളുടെ ലൈഫിലെ അല്ലെങ്കിൽ ഈ ഒരു ഡേയിലെ ഞങ്ങളുടെ ഒരു എന്തൊക്കെ സംഭവങ്ങളാണുള്ളത്, എന്തൊക്കെയാണ് ഞങ്ങൾ പ്ലാൻസ് ഒന്നുമില്ല, അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു ഡേയിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്നതാണ് ഈ വീഡിയോയുടെ ഉള്ളിലുള്ളത്. ഓക്കെ, ബൈ ബൈ. എന്റെ ബർത്ത്ഡേ ആണ് വെച്ചു. ഞാൻ പറഞ്ഞുതരാം. വിഷു വരുന്നതിന് മുമ്പേ കൊന്നയൊക്കെ പൂത്തിരിക്കുന്നു. പാട്ട് പാടറാ തലശ്ശേരി. അപ്പോ ഇവിടെ നിറച്ച് പശുക്കളാണ്. എനിക്ക് പശുവിനെ പേടിയാണ്. ഹായ് ഗായ്സ്, ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് അമ്പലത്തിലൊക്കെ പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. ഏതമ്പലത്തിലാ പോന്നെ? എനിക്ക് ഇവിടുത്തെ അമ്പലങ്ങളൊന്നും അറിയത്തില്ല. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോയത് തൃക്കൈക്കുന്ന് അമ്പലത്തിലാണ്. തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തിലാണ്. അവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നു. ഓണത്തിന്റെ ഒരു സമയമായിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ പോയതാണ്. പിന്നെ പോയത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പോകാനായിട്ട്. ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ കോളേജിൽ പഠിച്ചിരുന്ന ആ സമയത്തൊക്കെ എനിക്ക് കണ്ണൂരും ദൂരമല്ലേ നല്ല, എങ്ങനെ വരാനാണ്? ഫ്രണ്ട്സായിട്ടായാലും അങ്ങനെയൊന്നും വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ സ്റ്റാറ്റസും അങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു മുത്തപ്പനെ കാണണമെന്ന്. പക്ഷെ അന്ന് മുത്തപ്പനെ കാണാൻ പറ്റി പോയ സമയത്ത്. പിന്നെ പോയത് എവിടെയാ? പെരളശ്ശേരി അമ്പലത്തിലാണ്. സുബ്രഹ്മണ്യന്റെ ക്ഷേത്രമാണ്. അവിടെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയത് അവിടുത്തെ കുളമാണ്. അടിഭാഗം ഏറ്റവും താഴ്ന്ന് നിൽക്കുന്ന കുളം, പിന്നെ നിറച്ച് പടികൾ പൊങ്ങി നിൽക്കുന്ന ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കുളം. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു കുളം കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു കുളമായിരുന്നു. പിന്നെ നമ്മൾ കാലിങ്ങനെ ഒരു കുളത്തിലെ വെള്ളത്തിലിങ്ങനെ വെക്കുമ്പോ തന്നെ നിറച്ച് മീനുകൾ, ഇങ്ങനെ വലിയ മീനുകൾ, ചെറിയ മീനല്ല, വലിയ മീനുകൾ. പോലെ അവിടെ കൊച്ചുകുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുളത്തിലധികം പോവാത്തോണ്ടോ അങ്ങനെ അതിന്റെ ഒരു പരിചയക്കുറവുകൊണ്ടാണെന്ന് എനിക്കറിയാം. എനിക്ക് ആദ്യമായിട്ടൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു അത്. ഇത് കണ്ടോ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തലശ്ശേരി കൂത്തുപറമ്പ് പിണറായി റോഡിലെ ഒരു വ്യൂ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യൂ ആണിത്. ഞാൻ എപ്പോഴും പോകുമ്പോ ഇങ്ങനെ എത്ര കണ്ടാലും കുട്ടികളൊക്കെ ഇവിടെ ഒരു കള്ള് ഷാപ്പുണ്ട്, കാളി കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പാണ്, മാതൃക കള്ള് ഷാപ്പ്. ഓ, കറക്റ്റ് സ്ഥലത്തിന്റെ സ്റ്റോപ്പ് ഒന്ന്. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഏത് പാട്ട്? ഏതൊക്കെ ഉള്ള പ്രണയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകളില്ലേ? നീ ഒരു പാട്ട് പറ. എനിക്ക് അനുരാഗിനെ ഇഷ്ടമാണ്. പാട്. ഞാനും. എന്താ നിനക്ക് പാടാൻ പറ്റില്ലേ? ഞാനോ? പാട്. അനുരാഗിണി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ജീവനിൽ എന്ത് പറഞ്ഞു എന്നൊക്കെ തന്നെ. അശ്വിനൊന്നും പാടല്ല. ഇനി കുറച്ച് കാര്യങ്ങൾ വിച്ചുവിന് ഓർമ്മയുണ്ടോന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഇപ്പൊ ഇത് എത്രാമത്തെയാ? നമ്മൾ എന്ന് വെച്ചാല് എത്രാമത്തെ വർഷമായി ഞങ്ങള് പരിചയപ്പെട്ടിട്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര വർഷമായി പരിചയപ്പെട്ടിട്ട്? 5 വർഷത്തിന്. 5? 2018 എന്ന് നമ്മള് കണ്ടുമുട്ടുന്ന ആദ്യമായിട്ട് നവംബർ. അതെ, ഒക്ടോബറിലൊക്കെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. 2018 അല്ലേ? എന്റെ ബർത്ത്ഡേ എന്നാ വെച്ചു പറയണം. മെയ് 28. പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടമുള്ള മറ്റൊരു പ്ലേസ് ആണിത്.
ഇതിന്റെ പണിയൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു പാലത്തിന്റെ പണികളൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. വഞ്ചിയൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഇനി തൊട്ട് വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഗൈസ്. വിഷു വരുന്നതിന് മുമ്പേ കൊന്നയൊക്കെ പൂത്തിരിക്കുന്നു. അപ്പൊ നമ്മള് ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ചോദ്യത്തിലോട്ട് പോവാം. നമ്മൾ ആദ്യം നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റീസും എല്ലാം ഇങ്ങനെ ഏകദേശമൊക്കെ അറിയാം. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തല്ലുകൂടലൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ തല്ലുകൂടലൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ തല്ലുകൂടും. അല്ല വെച്ചു തല്ലില്ലെങ്കിൽ ഒരു രസമില്ല. എനിക്ക് രസമില്ലെന്നല്ല, തല്ലുകൂടിയില്ലെങ്കിൽ ഒരു രസമില്ലാത്ത പോലെയാ. പക്ഷെ ഓൻ പെട്ടെന്ന് മിണ്ടും, ഞാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ, അങ്ങനെയാണ്. ഓക്കെ, ആദ്യമായിട്ട് ഞങ്ങൾ പോയ സിനിമയുടെ പേര് വെച്ചു പറഞ്ഞില്ല ഇതുവരെ. ആദ്യമായിട്ട് പോയത് ടൂനോട്ടോ ആണോ? ടൂനോട്ടോ എന്തിനുണ്ട്? ആ കറക്റ്റ്, അത് തന്നെ. അപ്പൊ ഇനി ബാക്കി അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വീഡിയോ എടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്ര നേരെയായി ഇത് പോകുന്നെന്ന്. പക്ഷെ എത്രയും ദൂരമുണ്ട് ഗൈസ് നമ്മൾ അമ്പലത്തിൽ എത്തല്ലേ. നമ്മളെ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരമുണ്ട് അമ്പലത്തിലോട്ട് എത്താനായിട്ട്. അതുകൊണ്ട് അണ്ടല്ലൂർ കാവിൽ പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. പിന്നെ തൽക്കാലിൻ്റെ അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അപ്പോൾ നമ്മൾ പിന്നെ അണ്ടല്ലൂർ കാവിലോട്ട് തിരിച്ച് പോവാണ്. പിന്നെ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ചില സമയത്ത് ഇവിടെയെല്ലാം ബ്ലോക്ക് ആയിരിക്കും, അങ്ങോട്ടേക്കല്ല. ഇത് കഴിഞ്ഞാൽ ഫുൾ വണ്ടിയും ബൈക്കും. ഇതല്ല അണ്ടല്ലൂർ കാവിലോട്ട് പോകുന്ന വഴിയല്ലേ. അപ്പൊ ഗായ്സ് ഞങ്ങൾ അമ്പലത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് അണ്ടല്ലൂർ കാവ്. അതിന്റെ ഫ്രണ്ട് വശാണല്ലേ. ആ ഇതൊരു വശം ഇങ്ങനെ ചുറ്റി കറങ്ങിയാണ്. അയ്യോ, ഞാനും കൂടി വണ്ടിയിലിരുന്ന് കറങ്ങാണ് ഗൈസ്. 2 ദിവസം കഴിഞ്ഞാൽ ഇവിടുത്തെ ഉത്സവം. എന്താ സ്പെഷ്യൽ ഉള്ളത്? തെയ്യം ഉണ്ടാവോ? തെയ്യമാണല്ലോ ഇവിടുത്തെ സ്പെഷ്യല്. വാവ്, ഇതാണ് ഇതിന്റെ എൻട്രി. എന്റെ നെറ്റിപ്പെട്ട ഇത് കാണുന്നില്ല. ആ ഇത് ഉത്സവത്തിന് വേണ്ടി ഒക്കെ സെറ്റ് ആക്കിട്ടേക്കാന്ന് തോന്നല്ലേ. ആണ്ടാ സ്റ്റാളുകൾ അങ്ങോട്ട് അമ്പലം. അമ്മേന്റെ കുടുംബക്ഷേത്രം. അമ്മയുടെയാ? അമ്മേന്റെ ഫാമിലി. അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു, പ്രാർത്ഥിച്ചു. ഇവിടെ ഉത്സവമൊക്കെ നടക്കുന്നതിൻ്റെ ഒരു ഒരുക്കങ്ങളിലൊക്കെയാണ്. പിന്നെ ഇനി എന്താ പരിപാടി? എന്താ ഇനി എവിടെ കൊണ്ടുപോകുന്നതന്നെ? നമുക്ക് ജ്യൂസ് കുടിക്കാൻ പോവാം. ഷേക്കാ? കേക്കില്ലേ? നോക്കാം, അവിടെ പോയിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് തൽക്കാലം ടിക്കറ്റ് എടുക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. പിന്നെ എന്നിട്ട് സിനിമക്ക് പോവാം. ഏത് ടിക്കറ്റ് ബുക്ക് ചെയ്താ? അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞു. രാവിലെ ഫുഡൊന്നും കഴിക്കാതെ ഞാൻ ഇറങ്ങിയത്. വിച്ചു കുറച്ച് ചെറുതായിട്ട് എന്തൊക്കെയൊന്ന് കഴിച്ചിരുന്നു. അപ്പൊ ഞങ്ങള് ടിക്കറ്റൊക്കെ കിട്ടി കേട്ടോ ഗൈസ്. ടിക്കറ്റൊക്കെ കിട്ടി. ഇനി ഞങ്ങള് തലശ്ശേരിയുള്ള ഏതെങ്കിലും ഒരു ബേക്കറിയിൽ ഷേക്ക് കുടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇതാണ് തലശ്ശേരി. പാട്ട് പാടുക. തലശ്ശേരി അലിവോടെ കൂടെ അലിവ പോലുള്ള മുള്ളോരല്ലേ. അങ്ങനെ പറയുന്നുണ്ട്. അത്ര അടിപൊളിയല്ലേ. ഞങ്ങള് സോങ് ഇറക്കും, നോക്കോ.
എന്നെയും നിന്നെ പോലെ. അപ്പം ഞാൻ ടോം ആൻഡ് ജെറിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. കിഡ്സിനുള്ളതാണ്, ഞാനത് അറിഞ്ഞില്ല. വരുമ്പോൾ നോക്കാം. ഇത് ടോം, ഇത് ജെറി. ഇതെന്താ കൊടയൊക്കെ അവരെത്ര കൂട്ടായിട്ടിരിക്കുന്ന ആദ്യമായിട്ടാണെന്ന്. ടോം ആൻഡ് ജെറി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കൊച്ചിലേക്ക് നമ്മൾ ഒരുപാട് അച്ഛനമ്മമാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാർട്ടൂണാണ് ടോം ആൻഡ് ജെറി. പക്ഷേ ടോം ആൻഡ് ജെറി ഒരുമിച്ചിരിക്കുന്ന നല്ല കൂട്ടായി ഒരു കുടക്കയിലിരിക്കുന്നത് ഞാൻ ഇതിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഈ ടോം ആൻഡ് ജെറിയിൽ ഇത് കിഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് ഈ ഒരു ഇതിലേതാണ് ടോം ജെറിന്ന് കൺഫ്യൂഷനാണ്. ഇതിൽ നമ്മുടെ ഇത് ടോമായിട്ട് നമ്മൾ എടുക്കണം. ഇതിന് ചോക്ലേറ്റാണ് ഫ്ലേവർ. പിന്നെ ഇതിൽ വന്നിട്ട് ബട്ടർ സ്കോച്ചാണ്. പിന്നെ ഇവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു തറയുണ്ടല്ലോ, അത് വാനിലയാണ്. പിന്നെ ഇതിൽ ബദാമുണ്ട്. പിന്നെ ഇതിൽ ഇതെന്താ ചോക്കോസ് ഉണ്ട്. പിന്നെ നമ്മൾ കേക്കിലൊക്കെ ആഡ് ചെയ്യുന്ന ഇത്രയാണുള്ളത്. പിന്നെ കോൺ ഐസ്ക്രീമിൻ്റെ ഒക്കെ അടിയിലുള്ള സംഭവം നൈസാണ്, എനിക്കിഷ്ടമായി. ഇങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ ഒരു വീട് തീർത്തിട്ടുണ്ട്. കൊച്ചുപിള്ളേർ എങ്ങനെ ഇത് ഇത്രയും കൂടെ കഴിക്കുമെന്ന് എനിക്കിപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടുണ്ട്. റോസപ്പ് കിട്ടിയില്ല. ലവ് യു, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് നമ്മുടെ ധർമ്മടം ബീച്ചിലെ അതൊരു ഭാഗം അല്ലേ, കടലിന്റെ ഭാഗമാണ്. കടലിന്റെ ഒരു ഭാഗം. പക്ഷെ നല്ല വ്യൂ ആട്ടല്ലേ. ഇത് കൊറേ ഉണ്ടല്ലോ പോവാൻ. ഇത് തന്നെ കാണുന്ന തന്നെ. ഇതാണ് പാർക്ക്. പൈസ കൊടുക്കണ ടിക്കറ്റ്. ഇപ്പൊ ഇതാണ് അല്ലേ, ഇതാണ് അതിന്റെ കോട്ട. മറ്റൊരു നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് കണ്ടിട്ടില്ലേ, ചോപ്പ് കല്ല്, അതുപോലെ ആ ഇഷ്ടിക, അതുപോലെ പോസ്റ്റ് ഓഫീസും എല്ലാം അങ്ങനെ ഒരു റെഡ് മയം. അതുപോലെ എനിക്ക് ഇവിടെ തോന്നുന്നു ഈ ചെങ്കല്ല് പോലത്തെ ഒരു കല്ല് കാണുമ്പോൾ. ഫോട്ടോഷൂട്ട് നടത്തും. ഇവിടെ നാട്ടിലെ കല്യാണത്തിന്റെ എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും. ഈ സേവ് ദ ഡേറ്റ് അല്ലല്ലോ. ഓ അല്ല, നീ എവിടെ ഇരിക്കാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് പോണേ? ഇതുവഴിയും പോവാ. ഇതുവഴി കേറുന്നല്ല, ഇത് ബീച്ച് സൈഡിൽ പെട്ടെന്ന് എത്തും. ഓ, നമ്മള് ബീച്ചിലോട്ടാ പോണേ. അതെന്താ പശു നിൽക്കുന്നേ കടലിൽ? നമ്മൾ അങ്ങ് വരെ നടക്കണം? ഇല്ല, കടൽ ഇങ്ങോട്ട് വരും. പിന്നെ ഉണ്ടല്ലേ ഞാൻ വന്നോണ്ട് കടൽ കാണാൻ നമ്മള് തുരുത്തിലാണുള്ളത്. ലവേഴ്സിന്റെ തുരുത്തല്ലേ? ലവേഴ്സിന്റെ തുരുത്തൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഇത് സാധാ ബീച്ച്. എന്താ ബീച്ചിന്റെ പേര്? തുരുത്ത് എന്ന് പറയാ. ധർമ്മടം അല്ലേ? അമ്പാടിപ്പയ്യുകൾ വീം കാണാ തീരത്ത് അനുരാഗം മൂളും സത്തം നീ കുടലൂതും മേഘം നീ ചായും നേരത്ത്. അപ്പോൾ ഇവിടെ നിറച്ച് പശുക്കളാണ്. എനിക്ക് പശുവിനെ പേടിയാണ്, അടുത്ത് പോകാൻ പേടിയാണ്. എൻ്റെ കൊമ്പൊക്കെ കണ്ടു. അയ്യോ അമ്പാ അമ്പമ്പാ. ഞാനിവിടെ നിൽക്കുകയാണ്, വീഡിയോ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് അവിടെ നോക്ക്, പിള്ളേരൊക്കെ ഇങ്ങോട്ട് പോണു. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നല്ല പശുക്കളുണ്ടായിരുന്നു. പിന്നെ
ഇതൊരു കുഞ്ഞു കുട്ടിയെ കണ്ടോ അങ്ങ് ദൂരെ. എനിക്ക് തോന്നുന്നു 1 വയസ്സാവുന്നേ ഉള്ളൂ. 1 വയസ്സിൻ്റെ ആഘോഷമാണ്. അതിനുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ് അച്ഛനും അമ്മയും. പിന്നെ കുറച്ച് പേര് അവിടെ ഇരുന്നിട്ടുണ്ട്. അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അവിടെ കുറച്ച് പേരുണ്ട്. അങ്ങനെ വിച്ച് പറഞ്ഞ പോലെ ശരിയാണ്, ഇവിടെ സെലിബ്രേഷൻസിനും അല്ലാതെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാനൊക്കെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. സംഭവം ഒരു ഊട്ടിയുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ, നോക്ക്. ഈ ഒരു പോഷണല്ല. ഞാനെന്തായാലും ഹാപ്പിയാണ് ഇന്നത്തെ ഒരു ഡേ. അപ്പം ഇനിയും ഫുഡ് കഴിക്കാൻ പോകുന്നതാണ്. ബാക്കി അപ്പം 4 മണിക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ ബേബീസിൽ എത്തിയിരിക്കുകയാണ്, ബേബി സിനിമാസിൽ. കിടു മൂവി എല്ലാവരും പോയി കാണണം. ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അവസാനിക്കുകയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. ബൈ ബൈ.